ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് വേസ്റ്റ് ആയിട്ടുള്ള കാർഡ്ബോർഡും പിന്നെ കുറച്ച് പ്ലാസ്റ്റിക് കവർ യൂസ് ചെയ്തിട്ട് നമുക്ക് അടിപൊളി ക്രാഫ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള കാർഡ്ബോർഡ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് നമുക്ക് എത്രയാണോ ആവശ്യം അത്രയും നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ചെറിയൊരു രീതിയിൽ കർവ് പോലെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാവേ. അപ്പോൾ ഇതുപോലെ കറക്റ്റ് സ്ക്വയർ പീസിലായിട്ട് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാനായിട്ട്. പിന്നെ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം, റൗണ്ട് ഷേപ്പ് അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു ബാസ്ക്കറ്റാണ്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് അത് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഏതെങ്കിലും പുതിയ കൂട്ടുകാർ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വെറൈറ്റി വീഡിയോസ് നമ്മുടെ ഈ ഒരു ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാൻ പറ്റുന്ന കൂട്ടുകാർ കണ്ടു നോക്കുക, ട്രൈ ചെയ്യാൻ പറ്റുന്ന കൂട്ടുകാർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെ നമ്മൾ ഇനി ആ ഒരു ബാസ്ക്കറ്റിൻ്റെ ഒരു പിടി ഉണ്ടല്ലോ അതാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ഇതുപോലെ ഒരു കറക്റ്റ് ഒരു മെഷർമെൻറ്റ് എടുക്കുക. എടുത്തതിന് ശേഷം ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് മനസ്സിലാവില്ല എന്നുള്ളവരാണെങ്കിൽ നിങ്ങളൊന്ന് കണ്ട് മനസ്സിലാക്കിയെടുക്കുക. അത് ഇതുപോലെയാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത ആ ഒരു കാർഡ്ബോർഡിൻ്റെ ഈ ഒരു സംഭവം അതിലോട്ടൊന്ന് ഞാൻ സ്റ്റാപ്ലർ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ അതാകുമ്പോൾ കുറച്ചുകൂടി നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കും. ഇല്ലെങ്കിൽ ഗ്ലൂ വെച്ച് ഒട്ടിക്കണം എന്നുള്ളവർ അങ്ങനെ ചെയ്താലും മതി. അപ്പോൾ ഇതുപോലെ ഒന്ന് നന്നായിട്ട് ചെയ്ത് കൊടുക്കുക. ഇനി ഞാൻ അത് മൊത്തത്തിലൊന്ന് ബ്ലാക്ക് കളർ പെയിന്റ് അടിച്ചെടുക്കുവാണ് കേട്ടോ. നമ്മുടെ കാർഡ്ബോർഡ് കാണാത്ത രീതിയിൽ മൊത്തത്തിലൊന്ന് നന്നായിട്ട് പെയിന്റ് അടിച്ച് കൊടുക്കാം. ബ്ലാക്ക് കളറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് പെയിന്റ് അടിച്ച് കൊടുക്കുക. ഇനി അടുത്തതായിട്ട് ഞാൻ കുറച്ച് പ്ലാസ്റ്റിക് കവർ എടുത്തിട്ടുണ്ട്. കുറച്ച് കളർഫുൾ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു കളറിലുള്ള പ്ലാസ്റ്റിക് കവറാണ് എടുത്തത്. നിങ്ങളുടെ കയ്യിൽ ഏത് കളറായാലും കുഴപ്പമില്ല, ഇപ്പോൾ വൈറ്റ് ആയാലും കുഴപ്പമില്ല. ഞാൻ അതിലും കൂടെ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പിങ്ക് ഷെയ്ഡിലുള്ള ഈ ഒരു കവർ വെച്ചിട്ട് നന്നായിട്ട്, അതായത് നമുക്ക് പെറ്റൽസ് കിട്ടുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് നൂല് വെച്ച് കെട്ടിയെടുക്കുക. അപ്പോൾ ഇതേ മെത്തേഡിൽ ഞാൻ ഒരുപാട് ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നാലും മനസ്സിലാകാത്തവർക്ക് നമ്മുടെ ഒരു ചൂണ്ടുവിരലുണ്ടല്ലോ ആ ഒരു നീളത്തിൽ എടുത്താൽ മതി. അപ്പോൾ കുറേ ചെയ്ത് വരുമ്പോഴത്തേനും നമുക്ക് എത്രയാണോ അളവ് അത് നമുക്ക് നോക്കിയിട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ നമ്മുടെ ആ ഒരു രീതിയിൽ തന്നെയാണ് ഫിംഗർ നമ്മുടെ ചൂണ്ടുവിരൽ വെച്ചിട്ടുള്ള ഒരളവിൽ ഇതുപോലെ എടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ നമുക്ക് പറ്റുന്ന അത്രയും ഇപ്പോൾ ആദ്യത്തെ ചെയ്തിട്ട് മനസ്സിലാവാത്തവർക്ക് ഒന്നുകൂടെ കണ്ടില്ലേ ഈ ഒരു രീതിയിലാണ് ചെയ്ത് കൊടുത്തത്. സിമ്പിളാണ്. ഇതുപോലെ ഒരുപാട് പെറ്റൽസ് ഉണ്ടാക്കിയാൽ ഒരുപാട് പൂക്കൾ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ട് നൂല് വെച്ച് കെട്ടിയിട്ട് പറ്റുന്ന അത്രയും ഞാൻ 5 പെറ്റൽസാണ് ഇതിലിപ്പോൾ ചെയ്ത് എടുത്തിട്ടുള്ളത്.
ഇനി ഇതേ ഈ 5 ഇതുപോലെ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കെട്ടിക്കൊടുത്ത് ഓരോന്നും വയ്ക്കുമ്പോഴത്തേനും നന്നായിട്ടൊന്ന് ഇട്ട് കൊടുക്കുക. ഇട്ടതിന് ശേഷം ഇതുപോലെ ഓരോ പെറ്റൽസ് വെച്ചിട്ട് ഇങ്ങനെ നന്നായിട്ട് കെട്ടിയെടുക്കുമ്പോഴത്തേനും നല്ലൊരു അടിപൊളി പൂ നമുക്ക് കിട്ടും. ഇതേ മെത്തേഡിൽ ഒരുപാട് പൂക്കൾ ഉണ്ടാക്കിയിട്ട് ഫ്ലവർ വേസിലൊക്കെ വെച്ച് അങ്ങനെ വയ്ക്കണം എന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. ഇതുപോലെ ചെയ്യണം, ഒരു അടിപൊളി വാൾ ഡെക്കോർ ചെയ്യണം എന്നുള്ളവർക്ക് അങ്ങനെയും ചെയ്തെടുക്കാം. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെയൊക്കെ നമുക്ക് ചെയ്തെടുക്കാം. പിന്നെ ഇതേ കൂട്ടുകാർ, ഇന്നലെ ഞാൻ പഴയ ഒരു ബൾബ്, കേടായ ഒരു ബൾബ് വെച്ചിട്ട് ഒരു അടിപൊളി ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഫോട്ടോ ഞാൻ ദേ ഇവിടെ കൊടുത്തിരിക്കാവേ. ഇതാണ് ആ ഒരു ക്രാഫ്റ്റ് വർക്ക്. 1 അല്ല 2 ഉണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ആർക്കെങ്കിലും കാണണം, ട്രൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാൻ ഇന്നലെ അപ്ലോഡ് ചെയ്ത വീഡിയോ എടുത്ത് നോക്കൂ. എന്നിട്ട് അവസാനം വരെ നിങ്ങൾ കാണുക. ഒരൊറ്റ ബൾബിൽ നിന്നാണ് ഉണ്ടാക്കിയത്, അതാരും മറക്കരുത്. ഒരൊറ്റ ബൾബിൽ നിന്ന് സൂപ്പറായിട്ട് 2 ഐറ്റം. അപ്പോൾ പറ്റുന്ന കൂട്ടുകാരെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, വീഡിയോ കൂടെ ഒന്ന് കാണുക. പറ്റുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി അടുത്തായിട്ട് വൈറ്റ് കളർ പ്ലാസ്റ്റിക് കവർ യൂസ് ചെയ്തിട്ട് ചെറിയൊരു ബഡ് പോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ വൈറ്റും പിങ്കും കോമ്പിനേഷനിലാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഇനി വൈറ്റ് കളറിൽ ഞാൻ പൂക്കൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ സെൻറ്ററിൽ ഞാൻ പിങ്ക് കളറിലുള്ള ബഡാണ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ ഇതുപോലെ ഒന്ന് നിങ്ങൾ ചെയ്യുക. ഇപ്പോൾ വൈറ്റ് കളർ മാത്രമാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ അതിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. വേണമെങ്കിൽ വൈറ്റ് കളർ കഴിഞ്ഞിട്ട് അതിൽ നിങ്ങൾക്ക് പെയിൻ്റ് അടിച്ചും കൊടുക്കാം. അത് നിങ്ങൾ സെൻറ്ററിലൊക്കെ ജസ്റ്റ് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് അതൊക്കെ ചെയ്ത് കൊടുക്കാവേ. അപ്പോൾ അങ്ങനെ ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെ എല്ലാ പൂക്കളും അറേഞ്ച് ചെയ്ത് വച്ചിട്ടുണ്ട്. ഇനി കുറച്ച് ഇലകൾ ആവശ്യമാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ക്യാരി ബാഗാണ് കേട്ടോ. വൈറ്റ് കളറിലുള്ള ഒരു ക്യാരി ബാഗ് എടുത്തിട്ടുണ്ട്. അറിയാമല്ലോ, തുണിസഞ്ചി. ഇനി അതില്ലാത്തവർ നിങ്ങളുടെ കയ്യിലുള്ള നോർമൽ ബുക്ക് പേപ്പർ എടുത്തിട്ട് കുറച്ച് ഇലകളൊന്ന് കട്ട് ചെയ്യുക. ഇനി കളർ പേപ്പർ ഉണ്ടെങ്കിൽ അതിൽ കട്ട് ചെയ്താൽ മതി. എൻ്റെ കയ്യിൽ കളർ പേപ്പർ ഗ്രീൻ കളർ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇത് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കിയത്. അപ്പോൾ ഇതുപോലെ കുറച്ച് ഇലകൾ നമുക്ക് ഉണ്ടാക്കിയിട്ട് പെയിൻ്റ് അടിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് അതിലോട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാവേ.
ഇങ്ങനെയാണ് ഞാൻ ഇലകളെല്ലാം അറേഞ്ച് ചെയ്തത്. നിങ്ങൾക്ക് കുറച്ചുകൂടെ അടിപൊളിയായിട്ട് കുറേ ഇലകളൊക്കെ ഉണ്ടാക്കിയെടുത്തതിന് ശേഷം ഒട്ടിച്ച് കൊടുത്താലും മതി, അതും നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സിമ്പിൾ ക്രാഫ്റ്റ് വർക്കാണ്, അതും വെറും പ്ലാസ്റ്റിക് കവർ. ഇതിലെല്ലാം വേസ്റ്റാണ്, ഇതിൽ വേസ്റ്റ് ഇല്ലാത്ത ഒരു ഐറ്റം പോലും ഇല്ല. ഇതെല്ലാം വേസ്റ്റാണ്. പ്ലാസ്റ്റിക് കവർ, ക്യാരി ബാഗ്, ഈ ഒരു കാർഡ്ബോർഡ്. അപ്പോൾ ഇതെല്ലാം വെച്ചിട്ട് സൂപ്പർ ഒരു അടിപൊളി വാൾ ഡെക്കോർ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ട്രൈ ചെയ്യുക, പറ്റുന്ന ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം തന്നെ കാണാം. ബൈ ബൈ.